എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക്. ക്രിസ്മസിന് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് വിമത വിഭാഗം. വത്തിക്കാൻ പ്രതിനിധിയുമായുള്ള ചർച്ചയിലാണ് ധാരണ. അടച്ചിട്ട സെന്റ് മേരീസ് ബസിലിക്ക ഡിസംബർ 24-ന് തുറക്കും. ക്രിസ്മസ് ദിനത്തിൽ സിനഡ് കുർബാന അർപ്പിക്കും. ബിഷപ്പ് ബോസ്കോ പുത്തൂരാണ് ഏകീകൃത കുർബാന ചൊല്ലുക. ഡാനി പോൾ ചേരുന്നു. ഡാനി, കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, കഴിഞ്ഞ 2 വർഷത്തിലേറെ ഇത് സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങൾ കാര്യങ്ങളെല്ലാം സിറോ മലബാർ സഭയിലെ ഏറ്റവും പ്രബലമായ അതിരൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നു. കാരണം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഏകീകൃത കുർബാനയ്ക്കെതിരെ ഉണ്ടായിരുന്നു. അതായത് സിനഡ് നിർദ്ദേശിച്ച കുർബാനയ്ക്കെതിരെ ഉണ്ടാവുന്നു. ജനാഭിമുഖ കുർബാന മാത്രമേ ഇവിടെ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരും അതോടൊപ്പം തന്നെ വിശ്വാസികളും പ്രഖ്യാപനം നടത്തുന്നു. സഭയുടെ സ്ഥാനിക ദേവാലയം എന്ന വിളിപ്പേരുള്ള എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക അത് അടഞ്ഞു കിടക്കുന്നു. 1 വർഷത്തിലേറെ അടഞ്ഞു കിടക്കുന്നു. ആ പള്ളിക്കകത്ത് തന്നെ വൈദികർ തമ്മിലുണ്ടാവുന്ന വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നു. അവിടേക്ക് ആർച്ച് ബിഷപ്പിനെ അടക്കം കയറ്റാതിരിക്കാനുള്ള സാഹചര്യം. അവിടെ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ജോർജ് ആലഞ്ചേരിക്ക് അവിടേക്ക് പോലീസ് സന്നാഹത്തോടുകൂടി മാത്രം എത്തുന്ന ഒരവസ്ഥ. അങ്ങനെ സങ്കീർണതകളുടെ അല്ലെങ്കിൽ സംഘർഷങ്ങളുടെ ഒരു വലിയ ദിനങ്ങളെല്ലാമായിരുന്നു സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെല്ലാം കുർബാന ഏകീകരണത്തെ ചൊല്ലി കടന്നുപോയത്. അതിനിപ്പോൾ ഒരു പരിഹാരം എന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചുള്ള ആ കാര്യങ്ങളോ ഒരു വ്യക്തതയിലേക്കോ പൂർണ്ണമായും എത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തുടരുകയായിരുന്നു. വത്തിക്കാൻ പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഇത് 2ാം തവണയും കൊച്ചിയിലേക്ക് എത്തുകയും ഇത് സംബന്ധിച്ച് ചർച്ചകളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു. തുടർച്ചയായ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഇതനുസരിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്രിസ്മസ് ദിനത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കാം എന്ന ഇവിടെ ഏകീകരിച്ച കുർബാന എതിർക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന വിവിധ വിഭാഗം തന്നെ അറിയിച്ചതായാണ് വ്യക്തമാക്കുന്നത്. നേരത്തെയും തന്നെയും അവരിത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം ഏകീകൃത കുർബാന 24-ന് അർപ്പിക്കാം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. നേരത്തെ വത്തിക്കാൻ പ്രതിനിധി അടക്കം വ്യക്തമാക്കിയിരുന്നത് 24 മുതൽ അങ്ങോട്ട് ഏകീകരിച്ച കുർബാന മാത്രം, സിനഡ് കുർബാന മാത്രമേ പാടുള്ളൂ. സിറോ മലബാർ സഭയുടെ മുഴുവനായ ദേവാലയങ്ങൾ അത് മാത്രമേ പാടുള്ളൂ എന്നൊരു കർശന നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ അത് നൽകിയിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. കാരണം അത്തരം കാര്യങ്ങൾ വത്തിക്കാൻ മാർപ്പാപ്പയ്ക്ക് മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഒരു ഇളവ് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒത്തുതീർപ്പ് ഫോർമുലയാണെങ്കിൽ അതിന് വത്തിക്കാന്റെ അടക്കം അന്തിമമായ അനുമതി വാങ്ങേണ്ടതുമുണ്ട്. എന്തായാലും നിലവിൽ അറിയാൻ കഴിയുന്നത് ക്രിസ്തുമസ് ദിനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ ദേവാലയങ്ങളിലും ഈ കുർബാന അർപ്പിക്കും. തിരിച്ചു വരാം. ഇപ്പോൾ കരടി കരിമുകാല ചേരുന്നുണ്ട്. ശ്രീ കരടി, ഈ ഒരു സമവായത്തിലേക്ക് കുർബാന തർക്കം പോകുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? അതിനൊരു സമവായം എന്നൊരു അർത്ഥം കൊടുക്കേണ്ട കാര്യമില്ല. കത്തോലിക്ക സഭയിലെ ഒരു ചിട്ടകൾ അങ്ങനെ തന്നെയാണ്. മാർപ്പാപ്പയുടെ തന്നെയാണ് അവസാന വാക്ക്. ഇത് പലകുറി വിമത വിഭാഗത്തോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതുമാണ്. അങ്ങനെ സഭയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. സഭയിൽ നിലനിൽക്കണമെങ്കിൽ സഭയുടെ ചുറ്റുവട്ടങ്ങൾ അനുസരിക്കുകയും ആ വിധേയത്തോടെ പ്രവർത്തിക്കാൻ തന്നെ കഴിയൂ. അതിന് 300 പേരുടെയോ 400 പേരുടെയോ സംഘബലം കാട്ടി കത്തോലിക്ക സഭയെ വെല്ലുവിളിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ അവസാനത്തെ തെളിവായിട്ട് മാത്രം കണ്ടാൽ മതി. അതിനകത്തൊരു സമവായം എന്ന് പറയേണ്ട കാര്യമില്ല. സിനഡ് നിർദ്ദേശിച്ച ആ കുർബാന, അതായത് 35 രൂപതകളിലും ചൊല്ലേണ്ട ഏകീകൃത കുർബാന ചൊല്ലാനുള്ള വിമതരുടെ തീരുമാനത്തെ ആദ്യം തന്നെ അഭിനന്ദിക്കട്ടെ. സഭയോട് ചേർന്ന് നിൽക്കാനുള്ള അവരുടെ തീരുമാനത്തെ ശ്ലാഘിക്കാതെ വഴിയില്ല. പക്ഷെ അതിന് സമവായം എന്ന് പേരിടേണ്ട, അനുസരണ എന്ന് പച്ചയ്ക്ക് നല്ല മലയാളത്തിൽ പറയുകയായിരിക്കും അതിന്റെ ശരിയായ അർത്ഥം. സഭയിൽ ചേർന്ന് നിൽക്കണം. ഇതിപ്പോ 2 വർഷത്തോളം നീണ്ട ഒരു തർക്കമാണ്. അത്തരത്തിലൊരു തർക്കത്തിന് അവസാനമാകുന്നതിനെ ഒരു സമവായം എന്ന് തന്നെയല്ലേ? അല്ലാതെ ഇതിനെതിരെ നിന്നവരൊന്നും ഇതിൽ പൂർണ്ണ തൃപ്തരായതുകൊണ്ടോ ഇല്ലെങ്കിൽ അവരുടെ പൂർണ്ണ സമ്മതത്തോടെയോ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. അവർക്ക് എതിർപ്പ് നിലനിന്നുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് സമവായത്തിലേക്ക് പോയി എന്ന് തന്നെയല്ലേ അതിനെ പറയേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞത് അതായത് സഭ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ബസിലിക്ക പള്ളി പോലും അടച്ചിടേണ്ടി വന്നത് ഈ കുർബാന ചൊല്ലില്ല, ഞങ്ങൾ ജനാഭിമാന കുർബാന മാത്രമേ ചൊല്ലൂ, ഞങ്ങൾക്ക് ജനാഭിമാന കുർബാന ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ജനാഭിമാന കുർബാനയ്ക്ക് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞവർ ഇനി ഈ എറണാകുളം അങ്കമാലിയിലെ
ജനസമൂഹത്തോട് എന്ത് പറയും? വഞ്ചനയായിരുന്നു എന്ന് പറയേണ്ടി വരില്ലേ? അതിനുവേണ്ടിയായിരുന്നോ ഇവര് ഈ സഭയിൽ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത്? അതിനുവേണ്ടിയാണോ ഇത്രയും പള്ളികൾ അടച്ചുപൂട്ടിയത്? അതിനുവേണ്ടിയാണോ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? സഭയെ വെല്ലുവിളിച്ചത്? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം നൽകേണ്ടി വരും. സമവായം എന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാക്കിനെ മാധ്യമങ്ങൾ പെരുപ്പിച്ച ആ വാക്ക് കാട്ടണ്ട. എന്ത് സമവായം? നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. കത്തോലിക്ക സഭയുടെ നിയമം അനുസരിക്കുന്ന തീരുമാനം വന്നു. അനുസരിക്കാതെ 24 ക്രിസ്മസ് കുർബാന ഈ കുർബാന ചൊല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് അവരെത്തി എന്ന സത്യം അംഗീകരിക്കുന്നു. അതിന് സമവായം എന്നല്ല, അനുസരിക്കുന്നു. അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ശരി, കുർബാന തർക്കം സമവായത്തിലേക്ക് എത്തുകയാണ്. ക്രിസ്മസിന് എല്ലാ പള്ളികളിലും കുർബാന നടത്തും. സെന്റ് മേരീസ് ബസലിക്ക 24-ന് തുറക്കും എന്നുള്ള വിവരങ്ങളാണ്. ഡാനി, ഇതിൽ ഇപ്പം കെനഡി കരിമുങ്കാല പറഞ്ഞത് താങ്കൾ കേട്ട് കാണും. ഇതിൽ ഒരു സമവായം എന്ന് പറയാനില്ല. ഇത് അനുസരിക്കുന്നു, കത്തോലിക്ക സഭയുടെ പ്രഖ്യാപനം ഇല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം അനുസരിക്കുന്നു എന്നതിലേക്ക് പോകുന്നു. പക്ഷേ ഏതു തരത്തിലായിരിക്കും ഇതിൽ ഇനിയൊരു എതിർപ്പ് വരാൻ പോകുന്നത്? ധന്യ, ഈ വിഷയത്തിൽ ഇപ്പോൾ ശ്രീ കെന്നഡി കരിമുങ്കാല പറയുന്നത് അനുസരിച്ചാണെങ്കിലും വലിയ രീതിയിൽ ഇത് അനുസരണയോടുകൂടി മുന്നോട്ട് പോകണം. കത്തോലിക്ക സഭയുടെ ആ ഒരു സിസ്റ്റം അതനുസരിച്ചാണ് എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കുമ്പോഴും സിറോ മലബാർ സഭയിലെ ഏറ്റവും പ്രബല അതിരൂപത എന്ന് പറയുക എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇതുവരെ വത്തിക്കാൻ ഉത്തരവൊന്നും നടപ്പായിരുന്നില്ല എന്നത് നമുക്ക് കഴിഞ്ഞ നാളുകളിലെ ഒരു അനുഭവങ്ങളിലെല്ലാം തന്നെ വളരെ പ്രകടമാണ്. കാരണം അതിനോട് ചേർന്ന് അവർ നിന്നില്ല എന്നതാണ്. എതിർപ്പ് എല്ലാ കാലങ്ങളിലും പ്രകടമാക്കിയിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നതിലും 24 മുതൽ അങ്ങോട്ട് സിനഡ് കുർബാന അർപ്പിക്കാം എന്നൊരു ധാരണ എന്നല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 24-ന് ക്രിസ്മസ് ദിനത്തിന് രാത്രി എല്ലാ പള്ളികളിലും, സിറോ മലബാർ സഭയിലെ എല്ലാ പള്ളികളിലും എന്ന പോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും സിനഡ് കുർബാന അർപ്പിക്കും. പക്ഷെ തുടർന്ന് അങ്ങോട്ട് ആ രീതിയിൽ തന്നെ അനുവർത്തിക്കണമെന്നില്ല. അത് അങ്ങനെ ഒരു ധാരണയിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഘട്ടം ഘട്ടമായി ഇത് നടപ്പാക്കുമെന്ന കാര്യത്തിൽ വത്തിക്കാൻ ആ ഒരു നിലപാടിൽ തന്നെയാണ് തുടർന്നതെന്നാണ് അറിയുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു ലഘൂകരണം എന്ന രീതിയിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് അതിന് സമവായം എന്ന രീതിയിൽ തന്നെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴുള്ളൊരു അവസ്ഥയിൽ ഈ ഒരു ദിവസത്തേക്ക് തങ്ങൾ അതിന് തയ്യാറാണ് എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് മലയാറ്റൂരിൽ മറ്റു രൂപതകളിൽ നിന്നെത്തുന്നവർ, മലയാറ്റൂർ വലിയ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്, അവിടെ മറ്റു രൂപതകളിൽ നിന്നെത്തുന്നവർക്ക് സിനഡ് കുർബാന അർപ്പിക്കാം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മൈനർ സെമിനാരികളിൽ മാസത്തിൽ ഒരിക്കൽ ഏകീകൃത കുർബാന ഉണ്ടാകുമെന്നൊരു പ്രഖ്യാപനത്തിലേക്ക് വന്നത്. അങ്ങനെ ചില ഭാഗങ്ങളിൽ നിന്നെല്ലാം ചില വിട്ടുവീഴ്ചകളിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ്. പക്ഷെ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചേരുന്നു അൽമായ മുന്നേറ്റം. ശ്രീ റിജു, ഇവിടെ ഒരു സമവായം എങ്ങനെയാണ്? കുർബാന തർക്കം തീരുന്നു, അത് സമവായത്തിലേക്ക് എത്തുന്നു എന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കുമോ? അതായത് നമ്മൾ സിനഡൽ കമ്മീഷനുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് സിനഡൽ കമ്മീഷനുണ്ടായ ധാരണയനുസരിച്ചുള്ള ചർച്ചകൾക്കേ ഞങ്ങൾ ഉള്ളൂ എന്ന് തന്നെ ഞങ്ങൾ സിനഡൽവാസുമായി ബന്ധപ്പെട്ടിരുന്നു. അതുമായി ഞങ്ങൾ പല ചർച്ചകളായി, അതായത് എറണാകുളത്തിലെ 16 കൊറോണയിലെ വൈദികരെയും എറണാകുളം അതിരൂപതയിലെ കൈക്കാരന്മാരെയും വൈസ് ചെയർമാൻമാരെയും സംഘടനാ പ്രതിനിധികളെയും മൽമായത്തിന്റെ ലേറ്റേഷനെയും പല ചർച്ചകളിലായി ചർച്ച നടത്തിയിരുന്നു. 6 സിറിൽബാസിലും ബോസ്കോ പുത്തൂരുമാണ് ചർച്ച നടത്തിയത്. ചർച്ചകളിൽ ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമായി ഞങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും എറണാകുളം അതിരൂപത പിന്തുടരുന്ന കുർബാന യാതൊരു കാരണവശാലും അത് മാർപ്പാപ്പയ്ക്ക് എതിരല്ലാന്നും മാർപ്പാപ്പ അംഗീകരിച്ച ടെക്സ്റ്റ് കൃത്യമായി പാലിക്കുന്നത് ഞങ്ങൾ മാത്രമാണെന്നും മറ്റു രൂപതകൾ ആണ് ഇവിടെ വന്ന് സിനഡ് കുർബാന തീരുമാനിച്ച് ഇവിടെ വന്ന ടെക്സ്റ്റ് പാലിക്കാതെ കൂട്ടിച്ചേർത്ത കാര്യം നടത്തുന്നു എന്ന് ഞങ്ങൾ കൃത്യമായി ബോധിപ്പിച്ചു. അതിനുശേഷം രാത്രി അഡ്വോക് കമ്മിറ്റിയുമായി ചർച്ച നടന്നു. അതിൽ ഏകദേശം സമവായത്തിലേക്ക് ഒരു ധാരണ സമവായമല്ലെന്നാണ് നേരത്തെ കെനഡി കരിമുൻകാല ഞങ്ങളോട് പറഞ്ഞത്. ഇത് നിങ്ങൾ ഇതിനെ കെന്നഡി കരിമുൻകാലയ്ക്ക് ആരാണ് ഇവിടുത്തെ ചർച്ചകളിൽ? കെന്നഡി കരിമുൻകാല ഈ കിലോമീറ്ററോളം അപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് എറണാകുളം ബിഷപ്പ് ഹൗസ് ഇവിടെയാണെങ്കിൽ 10-50 കിലോമീറ്റർ അപ്പം നിൽക്കുന്ന ഒരാൾ മാത്രമാണ് കെന്നഡി കരിമുൻകാല. ഇതിന്റെ അകത്ത് നിൽക്കുന്നത് ഞാൻ പറയുന്നതാണോ കെന്നഡി കരിമുൻകാല പറയുന്നതാണോ സത്യമെന്ന് നിങ്ങൾ തിരിച്ചറിയാം. ശരി, ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഈ സിനഡ്? ഞങ്ങൾ സിനഡ് കമ്മീഷനുമായി ഉണ്ടാക്കിയ ധാരണയുണ്ട്. ബസിലിക്കയിൽ ഏതൊക്കെ തരത്തിൽ കുർബാന അർപ്പിക്കാം, മൈനർ സെമിനാരിയിൽ ഏതൊക്കെ തരത്തിൽ കുർബാന അർപ്പിക്കാം, സിറോ മലബാർ സഭയുടെ അന്താരാഷ്ട്ര
തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ എന്ത് ചെയ്യാം, മറ്റ് ഇടവകകളിൽ എങ്ങനെയായിരിക്കും, ഇതൊക്കെ കൃത്യമായ ഒരു ധാരണ നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ധാരണ അനുസരിച്ചുള്ള ഒരു ഫോർമുല ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഡ്രാഫ്റ്റ് അനുസരിച്ച് അത് ഓറൽ കോൺഗ്രസ് സമർപ്പിക്കുകയും സിനഡിന്റെ അംഗീകാരം, സിനഡ് ഓൾറെഡി തന്നെ അംഗീകാരം നൽകി കഴിഞ്ഞു. അതനുസരിച്ച് ആ ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റിംഗ് നടക്കുന്നു. ഇന്ന് വൈകുന്നേരത്തെ വത്തിക്കാനിൽ നിന്ന് അത് സമർപ്പിച്ച് നാളെ തന്നെ, അതായത് ക്രിസ്മസിന് മുമ്പ് തന്നെ അതിന്റെ ഓൺ ഉറപ്പ് വരും. മറ്റു പള്ളികളിലൊക്കെ എങ്ങനെയാണ് ഈ സിനഡ് കുർബാന? കുർബാനയായിരിക്കും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരു ദിവസം റൊട്ടീൻ കുർബാനയല്ലാത്ത ഒരു കുർബാന നമ്മൾ സിനഡ് കുർബാന വൈദികർ ചൊല്ലും. അത് മാർപ്പാപ്പയോടുള്ള വിധേയത്വം, മാർപ്പാപ്പ പറഞ്ഞത് അംഗീകരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ, അല്ലാതെ അത് സിനഡിന്റെ കുർബാന ശരിയായതുകൊണ്ടല്ല, നമ്മുടെ മനസാക്ഷിയുടെ പ്രശ്നമാണത്. എന്തുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്നു എന്നുള്ളത് കൃത്യമായ നമ്മൾ വസ്ത്രവിവാസത്തിന് മുമ്പിൽ ധരിപ്പിച്ചിട്ടുണ്ട്. ഒരു കുർബാന കുർബാന അർപ്പിക്കില്ല എന്ന് പറഞ്ഞ് മറ്റൊരു കുർബാന അർപ്പിക്കും. ഈ മൈനർ സെമിനാരികളിലോ? മൈനർ മാസത്തിൽ നമ്മൾ ഒരു കുർബാന അവരെന്തായാലും ഇപ്പൊ മൈനർ സെമിനാരി കഴിഞ്ഞാൽ മേജർ സെമിനാരിലേക്ക് ചെന്നാൽ ഈ കുർബാനയാണ് ഞാൻ അവർക്ക് കാണുന്നത്. അതിനുള്ള കുർബാനയായിരിക്കും അവർ കാണേണ്ടി വരിക. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഈ ധാരണ അനുസരിച്ച് രൂപപ്പെട്ടിട്ടുള്ള കുർബാന ഉണ്ടാവും. പക്ഷെ ഇവിടെ നേരത്തെ കൃത്യമായ ധാരണ വിവരങ്ങൾ പുറത്തുവിടാറായിട്ടില്ല. മനസ്സിലായി. നേരത്തെ ഇപ്പം താങ്കൾ പറഞ്ഞതനുസരിച്ച് ഇത് വിശ്വസിച്ചിരുന്ന, ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ പറ്റിക്കുന്ന തരത്തിലേക്ക്, ഇല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നൊരു ആക്ഷേപം ഉണ്ടായാൽ ഏത് തരത്തിലായിരിക്കും ഇനി പ്രതികരിക്കാൻ സാധിക്കുക? ഇല്ല, ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം നമുക്കിപ്പോ കഴിഞ്ഞ തവണ ആൻഡ്രൂസ് സിറിൽ വാസിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് പല തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം അന്ന് അങ്ങനെ വിശുദ്ധ കുർബാനയുമായി വരാനുണ്ടായ സാഹചര്യം എന്ന് പോലെ അദ്ദേഹം ഇന്നലെ നമ്മളോട് സംബന്ധിച്ചു. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു കൃത്യമായി ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്രയും ചർച്ചകൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് എറണാകുളം അതിരൂപത, എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളുടെ നിലപാട് എന്താണ്, എറണാകുളം അതിരൂപതയിലെ വൈദികരുടെ നിലപാട് എന്താണ് എന്ന് കൃത്യമായി ഏറ്റവും ഓരോരുത്തരെയും കണ്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് അദ്ദേഹം നേരെ കൃത്യമായി ഞങ്ങളോട് പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലായത്. ഞാൻ മിസ്ലീഡഡ് ആയിരുന്നു, ഞാൻ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാവുന്നു. അതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെയ്യാവുന്ന, അതായത് അദ്ദേഹം വത്തിക്കാനെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായി ധരിപ്പിക്കും. അതനുസരിച്ച് ബാക്കി നിലപാടുകൾ വത്തിക്കാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയെ വളരെ സന്തോഷത്തോടെ സ്വാഗതപൂർവ്വം എല്ലാ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. ചർച്ചയെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വളരെ 100% സംതൃപ്തിയോടെയാണ് ഞങ്ങൾ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. നന്ദി ശ്രീ റിജു കാഞ്ഞുകാരൻ പ്രതികരിച്ചതിന്. ഡാനി, ഇവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഏകീകൃത കുർബാനയിൽ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറല്ല എന്നുള്ള മാർപ്പാപ്പയുടെ തീരുമാനം അത് അംഗീകരിച്ചേ മതിയാകൂ എന്നതിലേക്ക് ഇരു വിഭാഗവും, ഇല്ലെങ്കിൽ ഈ പറയുന്ന എതിർത്തു നിന്നിരുന്നവരൊക്കെ എത്തുന്ന സാഹചര്യത്തിലേക്ക് വന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, ഒരു സമവായത്തിലേക്ക് എത്താൻ അവരെ പ്രേരിപ്പിച്ചത്? ധന്യ, ഇതിൽ നടപടികൾ ഉണ്ടാകുമെന്നൊരു സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം വത്തിക്കാൻ ഇത് വളരെ ശക്തമായിട്ട് തന്നെ നടപ്പാക്കാൻ ശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ വൈദികർക്കടക്കം എതിരെ ഒരു നടപടികളിലേക്ക് നീങ്ങുമെന്നൊരു സൂചനകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്തരമൊരു നടപടികൾ ഈ ഒരു അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കും എന്ന് തന്നെയായിരുന്നു ഒരു പ്രാഥമിക വിലയിരുത്തലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വൈദികർക്കെതിരെ ഇപ്പോഴുണ്ടാവുന്ന ഈ തിരുപ്പിറവി മാസം, ക്രിസ്തുമസ് മാസം വരുമ്പോഴുണ്ടാവുന്ന നടപടികൾ ഏത് രീതിയിൽ ബാധിക്കും, എത്ര മുതൽ പ്രതിലോമകരമായി ഈ ഒരു അവസ്ഥയെ മാറ്റുമെന്നത് സംബന്ധിച്ച് ആർക്കും ഒരു രൂപത്തിലേക്ക് എത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയും ഒരു സമവായത്തിലേക്ക് പോകുക, താൽക്കാലികമായെങ്കിലും സിനഡ് കുർബാന അടക്കം ഒരു നടപ്പിൽ വരുത്തുന്ന രീതിയിലേക്ക് വരിക എന്നൊരു ഫോർമുലയ്ക്കായിരുന്നു ആദ്യം പ്രാധാന്യം നൽകിയത്. പക്ഷേ ഇത് ഘട്ടം ഘട്ടമായി നടപ്പാക്കണം എന്ന് തന്നെയാണ് വത്തിക്കാൻ്റെ നിർദ്ദേശവും ഔദ്യോഗിക വിഭാഗത്തിൻ്റെ സമീപനവും എല്ലാം അത് തന്നെയാണ്. ഇല്ല എങ്കിൽ വൈദികർക്കടക്കം ഭാവിയിൽ നടപടികൾ ഉണ്ടാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനകളും ഉണ്ടായിരുന്നു. കാരണം ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ തയ്യാറായിരുന്നില്ല. വത്തിക്കാനിൽ നിന്നുള്ളൊരു നിർദ്ദേശം അത് തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. സിനഡ് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഇത് നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ്. കാര്യങ്ങൾ
വളരെ വ്യക്തമായിട്ട് തന്നെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ സമവായം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് അടക്കം നീങ്ങിയത്. ഇതിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഒരുപക്ഷെ വൈകാതെ തന്നെ ഇത് പൂർണ്ണമായും തന്നെ ഘട്ടം ഘട്ടമായി തന്നെയും നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇത് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലായിരുന്ന കാലത്തും അത്തരമൊരു നിർദ്ദേശങ്ങൾ വന്നിരുന്നു. പക്ഷെ അത് അന്ന് ഔദ്യോഗിക വിഭാഗം പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. അതാണ് ഇപ്പോഴുള്ളൊരു വലിയ സങ്കീർണതയ്ക്ക് കാരണമാകുകയും ചെയ്തിരുന്നത്. നന്ദി. ഇടവേള. നവകേരള യാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങൾ താൽക്കാലിക റെഡ് സോണുകളായി പ്രഖ്യാപിച്ച് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി. വേദി, പരിസര പ്രദേശം, നവകേരള ബസ് കടന്നുപോകുന്ന വഴികൾ എന്നിവിടങ്ങളിൽ ഡ്രോൺ പാടില്ല. വർക്കല മുതൽ പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടിയിലാണ് നിയന്ത്രണം. വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് ഈ നോട്ടീസിൽ പറയുന്നത്? തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുടേതാണ് ഇപ്പോഴത്തെ ഈ സർക്കുലർ. ഇതിൽ ഡ്രോണുകൾ നിരോധിച്ചുകൊണ്ട് നവകേരള യാത്ര കടന്നു പോകുന്ന വഴികളിലും വേദിക്കും സമീപവും പരിസര പ്രദേശങ്ങളിലും ഡ്രോൺ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ഇന്നു മുതൽ മറ്റന്നാൾ വരെയാണ് ഈ ഉത്തരവ് പറയുന്ന നിയന്ത്രണമുള്ളത്. താൽക്കാലിക റെഡ് സോൺ എന്ന പ്രഖ്യാപനമാണ്. അവിടെ ഡ്രോൺ പറത്താൻ പാടില്ല. ഈ പറയുന്ന എന്തുകൊണ്ടാണ് എന്ന് കാരണം പറയുന്നുണ്ടോ? സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ്. സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഡ്രോൺ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ്. പോലീസിന്റേതായ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാകും. ഇതിന് അപ്പുറത്തേക്ക് സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനം അല്ലെങ്കിൽ ഡ്രോൺ ക്യാമറകൾ അത് യാത്രയെ പ്രതികൂലമായി ബാധിക്കും. യാത്രയുടെ സുഗമമായ കടന്നുപോകലിന് അത് വിഘാതമുണ്ടാക്കും. പ്രത്യേകിച്ച് സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി മുൻനിർത്തി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവാണ്. ഇതിൽ പറയുന്നത് വർക്കല, ആറ്റിങ്ങൽ, മംഗലപുരം, വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, ആരനാട്, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല സ്റ്റേഷൻ പരിധികളിൽ നടക്കുന്ന പരിപാടികളിലാണ് നിയന്ത്രണം. അതായത് ഈ വാഹനം കടന്നു പോകുന്ന പ്രദേശങ്ങളും വേദികളുമാണ്. വേദിയിലും വേദിയുടെ പരിസര പ്രദേശത്തും നവകേരള ബസ് ആ വാഹന വ്യൂഹം കടന്നു പോകുന്ന സ്ഥലങ്ങളിലും ഡ്രോൺ ക്യാമറ പാടില്ല എന്നതാണ് ഈ നിർദ്ദേശമായി വന്നിട്ടുള്ളത്. 3 ദിവസത്തേക്കാണ് നിർദ്ദേശമുള്ളത്. നന്ദി വിനോദ്. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 94,452 പേർ ഇന്നലെ 18ാം പടി ചവിട്ടിയെന്നാണ് പോലീസിന്റെ കണക്ക്. 10 ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയത് ഇന്നലെയാണ്. പമ്പയിൽ തീർത്ഥാടകരുടെ നിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ മല കയറുന്നതിന് നിയന്ത്രണമുണ്ട്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്താൻ 10 മണിക്കൂറിലേറെ സമയമെടുക്കും. CB അനുമോദിന്റെ റിപ്പോർട്ട്. സന്നിധാനത്ത് അടുത്ത ദിവസങ്ങളിൽ അനുഭവപ്പെട്ട ഏറ്റവും വലിയ തിരക്കാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ 94,000 മുകളിൽ അയ്യപ്പന്മാർ 18ാം പടി കയറിയെന്ന് പോലീസിന്റെ കണക്കുകൾ പറയുന്നു. ഇത് ഏറ്റവും വലിയ ഒരു തിരക്ക് തന്നെയാണുള്ളത്. ഇന്നും സമാനമായ സാഹചര്യമാണുള്ളത്. രാവിലെ 6 മണി വരേക്കും ഏതാണ്ട് 23,000-ലധികം അയ്യപ്പന്മാർ 18ാം പടി ചവിട്ടി. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മണിക്കൂറിൽ 4,000-ലധികം പേരെ 18ാം പടി കയറ്റി വിടുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും പമ്പയിലേക്ക് ആ തിരക്ക് നീളുന്ന ഒരവസ്ഥ. നിലവിൽ മരക്കൂട്ടത്തിനിപ്പുറം വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ ഏറെ സമയമെടുത്ത ശേഷമാണ് കടത്തിവിടുന്നത്. അതായത് പമ്പ മുതൽ സന്നിധാനം വരെ ഒരുപക്ഷെ 8-10 മണിക്കൂർ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. 90,000-ലധികം പേർ ഇപ്പോൾ തന്നെ വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. ഇത് ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാത്ത അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്താൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും അപ്പോൾ തിരക്ക് 1,000-ലധികം അയ്യപ്പന്മാർ എത്തുന്ന സാഹചര്യമുണ്ടാകും. ആ ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. സ്വാമി, എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്തു? ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് എത്തിയത് ഞങ്ങള്. ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര കഷ്ടമായിരുന്നു. എവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന? വെയിറ്റ് ചെയ്യണത് ഞങ്ങള് പമ്പ തൊട്ടിട്ട് സന്നിധാനം ഉള്ള ഇടയില്
ഒരുപാട് സമയം വെയിറ്റ്, പിന്നെ ഒരുപാട് ആൾക്കാരെ ഇടയിൽ കൂടെ കയറി പോകണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മലയപ്പുറം എങ്ങനെയുണ്ട് അവസ്ഥ? നല്ല തിരക്ക്. ഇതേപോലെ തന്നെ 5 മണിക്ക് കയറിയതാണ്. 5 മണിക്ക് കയറിയതാണ് അല്ലേ? How many hours waited? 12 hours. 12 hours. எங்க வருது? பம்பையில இருந்து. எல்லா டீமும் தானே? பம்பையில இருந்து வரதுக்கு 16 hours ஆகுது. நேத்து சாயங்காலம் தான். நேத்து காலையில இருந்தே வரும். நேத்து காலையில இருந்து ஃபுல் ரஷ்ஷா இருக்கு. அது வரைக்கும் தண்ணி ஃபுட் எல்லாம் ஓரளவு தான், ஃபுட் எதுவுமே கிடைக்கல, தண்ணி மட்டும் தான் சாமி கிடைச்சது. போலீஸ் கொஞ்சம் கம்மியா இருக்கு. அதுதான் சேஃப் தான். இத்தனை வருஷம் மாதிரி இது അയ്യപ്പന്മാർക്കെല്ലാം പങ്കുവെക്കാനുള്ളത് പമ്പ് മുതൽ സന്നിധാനം വരെ കാത്തുനിന്നതിന്റെ ബുദ്ധിമുട്ടുകളാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കും എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം കൂടുതൽ അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്, പമ്പയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ നിലയ്ക്കൽ മുതൽ മുൻപ് ചെയ്തതുപോലെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കിലേക്കാണ് സന്നിധാനം എത്തുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ മണ്ഡലപൂജയൊക്കെ അടുക്കുന്നതോടെ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ പോലീസിനെ ഈ ഒരു സാധ്യതയിൽ സന്നിധാനത്ത് കൊണ്ടുവരും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണം അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് ഇപ്പോൾ വരുവാൻ. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.